ഈ മരുന്ന് കഴിച്ചാൽ മതി. ഷേരുവിന്റെ തൊണ്ടയിൽ കുടുങ്ങിയ ചക്കക്കുരു അലിഞ്ഞ് പച്ചവെള്ളം പോലെയാകും. ഇത് നിങ്ങളുടെ വൈദ്യരാണല്ലേ? മൂപ്പരുടെ ചികിത്സ അത്ര ശരിയല്ലല്ലോ. തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ മരുന്ന് കൊടുക്കുകയില്ല, സാധനം പുറത്തെടുക്കുകയാണ് വേണ്ടത്. തൊണ്ടയിൽ എന്ത് കുടുങ്ങിയാലും അത് മരുന്നില്ലാതെ എടുക്കുന്ന ഒരു വൈദ്യരുണ്ട്. ആരാ? ഞാൻ തന്നെ. രോഗി വായ തുറന്ന് ഇരുന്ന് തന്നാൽ മാത്രം മതി, സാധനം ഞാൻ കൈയിട്ടെടുക്കും. മരുന്ന് തരാമെന്ന് വൈദ്യരല്ല പറയേണ്ടത്, ഇരുന്ന് തരാമെന്ന് രോഗിയാ പറയേണ്ടത്. ഇരുന്ന് തരാം. ഇതല്ലേ ചക്കക്കുരു? വൈദ്യരാള് കൊള്ളാമല്ലോ. ഷേരുവിന്റെ തൊണ്ടെന്ന് ചക്കക്കുരു എടുത്തെന്ന് കേട്ടല്ലോ. ആ വൈദ്യരിപ്പോ എവിടെയുണ്ട്? ജലദോഷിക്കുന്നിലുണ്ട്. 2 ദിവസം നമ്മുടെ കാട്ടിലുണ്ടാകും. തൊണ്ടേന്ന് ചക്കക്കുരു എടുക്കുന്ന വൈദ്യര് പോയോ? ജലദോഷിക്കുന്നിലുണ്ട്. ആ ചക്കക്കുരു വൈദ്യരിപ്പോ എവിടെ ഉണ്ടാകും? പുതിയ വൈദ്യർക്ക് നല്ല കോളായല്ലോ. ക്യൂ പാലിക്കുക. വായ തുറക്കാത്തവർക്ക് പ്രവേശനമില്ല. മരുന്ന് തരൂ, വേണ്ട ഇരുന്ന് തരൂ. ഇത് ഞാൻ നിന്നതല്ല, കുടുങ്ങിയത് വേറെയല്ല. ഇത് തിരിച്ചു വെച്ച് മാറ്റിയതെടുക്ക്. ഇതിപ്പോ കൈയിടേണ്ട കാര്യമില്ല, ഞാൻ അകത്തു ചെന്ന് എടുത്തുകൊണ്ട് വരാം. പുറത്തെടുക്കുന്ന മാങ്ങേന്റെയും ചക്കക്കുരുവൊക്കെ എവിടെ ഇടുന്നത്? വിശന്നിട്ട് വയ്യ. വൈദ്യരേ, എന്റെ അനിയന്റെ തൊണ്ടയിൽ ഒരു തേങ്ങാപ്പൂള് കുടുങ്ങി. മരുന്നില്ലാതെ സാധനം എടുക്കുന്ന പുതിയ വൈദ്യുതി എത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ കണ്ടില്ലേ? കണ്ടു. അതാ പ്രശ്നമായത്. ഓ വൈദ്യരുടെ കൈയും തൊണ്ടയിൽ കുടുങ്ങി, വലിച്ചിട്ട് പോരുന്നില്ല വൈദ്യരെ. ആരടാ കൂവിയത്? അമ്പടോ, അവനാ. നിൽക്കവിടെ. അപ്പൊ അവൻ എന്നെ പേടിയുണ്ട്. പേടിച്ചാൽ കോയി എന്ന് പറയുമോ? എടോ, അവൻ എന്നെ പേടിച്ച് ഓടുന്നത് കണ്ടപ്പോൾ ഒരു മനസ്സുഖം. ആ കാഴ്ച കാണാൻ വേറെ ആരും ഉണ്ടായില്ല. താൻ പോയി അവനെ കണ്ടുപിടിക്ക്, എന്നിട്ട് അവിടെ തന്നെ സംസാരിച്ചു നിൽക്ക്. ഞാൻ ആരെയെങ്കിലും കൂട്ടി വരാം. എന്നെ കണ്ടാൽ ഇതുപോലെ ഓടാൻ അവനോട് പറയണം. എന്നെ കണ്ടാൽ പേടിക്കുന്നവരും കാട്ടിലുണ്ടെന്ന് 4 ആൾ അറിയട്ടെ. താൻ 4 ആളെ കൊണ്ടുവരുമോ? അത് ഞാനൊരു ശൈലി പോലെ പറഞ്ഞതാ. താൻ ചെല്ല്. ഇനി പതുക്കെ അങ്ങോട്ട് നടക്കാം. എങ്ങോട്ടാ? ഒരുത്തിനെ പേടിപ്പിക്കാനാ. താനും വാ. ഈ കഴുതയെ മാത്രം പോയി കിട്ടിയുള്ളൂ. ഉള്ളത് മതി. ചേരുവല്ല സെറ്റാക്കി നിൽപ്പുണ്ട്. നേരത്തെ ഓടിയപ്പോ കാലുളുക്കി, ഇനി ഓടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു വിധത്തിൽ നിർബന്ധിച്ച് പോവാൻ സമ്മതിപ്പിച്ചു.